89.6 FM Sargakshetra SK Hotspot. വെൽക്കം ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ ആരാണെന്നുള്ളത് പ്രൊമോ വഴിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ദ ലിറിസിസ്റ്റ്, കമ്പോസർ ആൻഡ് സിംഗർ അരുൺ ആലാട്ട്. ചേട്ടാ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. യെസ്, എന്നാ ഉണ്ട് വിശേഷങ്ങള്? സുഖമായിട്ട് പോണു. നല്ല വിശേഷം. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെയും സുഖകരം. ഞാനേ ആദ്യമേ തന്നെ ഒരു സംശയം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് മറ്റു ചോദ്യങ്ങളിലേക്കും ഒക്കെ ഒന്ന് പോയാലോ? ഞാൻ ചേട്ടന്റെ പേര് അരുൺ ആലാട്ട് എന്ന് പലരും വിളിച്ച് കണ്ടിട്ടുണ്ട്, അരുൺ അലാട്ട് എന്ന് വിളിച്ച് കേട്ടിട്ടുണ്ട്, അരുൺ ഏലട്ട് എന്ന് വിളിച്ച് കേട്ടിട്ടുണ്ട്. സോ ഈ അലാട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? അത് എങ്ങനെയാണ് ശരിക്കും പ്രൊനൗൺസിയേഷൻ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഏളാട്ട് എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ. അത് എന്താ പറയാ, എന്റെ വീട്ടുപേരാണ്. അതുപോലെ എന്റെ വീട് ഇരിക്കുന്ന ഒരു ചെറിയ ഏരിയ റീജിയനെ പറയുന്ന പേരാണ് ഏളാട്ട്. ബേസിക്കലി എന്റെ വീട്ടുപേര് തന്നെയാണ്. പക്ഷെ എന്താ പറയാ, ഇംഗ്ലീഷിൽ എഴുതുമ്പോ ALAT എന്നാണ് സ്പെല് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ കോളേജിൽ എത്തിയ സമയത്ത് അറ്റൻഡൻസ് എടുക്കുന്നത് തൊട്ടിട്ട് ഫ്രണ്ട്സ് വിളിക്കുന്നത് വരെ പല പല പേരിലായിപ്പോയി. അതുകൊണ്ട് തന്നെ പല വിളികളും കേട്ടിട്ടുണ്ടല്ലേ ഈ അലാട്ട് ആലാട്ട്. അതുകൊണ്ട് പിന്നെ അത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആലാട്ടെന്നാണ് വിളിക്കുന്നത്, ഏളാട്ടെന്ന് വിളിക്കുന്നവരുണ്ട്. അപ്പൊ അത് മൈൻഡ് ചെയ്യാറില്ല. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങള് അലാട്ട് എന്ന് വിളിക്കാം അല്ലേ? കുഴപ്പമില്ല, വിളിച്ചു. ഓക്കെ, കാരണം പറഞ്ഞ് ശീലിച്ചതും കേട്ട് ശീലിച്ചതും ഒക്കെ അർജുൻ ആലാട്ടായിപ്പോയി. സോ എന്തായാലും ചേട്ടാ, മറ്റു വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പം ഓണം ഒക്കെ കഴിഞ്ഞു, അടുത്തൊരു ഫെസ്റ്റിവലിലേക്ക് നമ്മളിത് ഇങ്ങനെ കാല് വെക്കാനായിട്ട് പോകുവാണ്. ക്രിസ്മസ് ഇങ്ങനെ വരികയാണ്. അപ്പം ഈ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഭയങ്കര ഒരു റെസ്റ്റിങ്ങിന്റെ ഒക്കെ ഒരു സമയമാണ്. സോ എന്താണ് ഇപ്പോഴത്തെ കറന്റ് വിശേഷങ്ങൾ? ഇപ്പോ കുഴപ്പമില്ലാതെ പോകുന്നു. അത്യാവശ്യം സിനിമകളും സിനിമേതരമായിട്ടുള്ള പാട്ടുകൾ എഴുതുന്നുണ്ട്. പിന്നെ അത്ര ഫ്രീക്വന്റ് അല്ലെങ്കിലും ചില സിനിമകളിൽ പാടുന്നുണ്ട്. ഇപ്പം അങ്ങനെ ഒരു ടർക്കിഷ് തർക്കം എന്ന് പറഞ്ഞിട്ട് സിനിമ ഈ നവംബർ 22-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്, പാടിയത്. അപ്പം ചില പടങ്ങൾ, എഴുത്തു പരിപാടികൾ ചെയ്ത പടങ്ങൾ നടക്കുന്നുണ്ട്, കത്തനാര് പോലുള്ള പടങ്ങൾ. അപ്പൊ അങ്ങനെ കുഴപ്പമില്ലാണ്ട് സിനിമകളായിട്ട് പോകുന്നു. കൂടെ തന്നെ സിനിമേതര പാട്ടുകളുടെ കുറച്ച് പണികൾ നടക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ സിനിമയിലെ പരിപാടികൾ, അതുപോലെ തന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ അല്ലെ, പ്രീ പ്രൊഡക്ഷൻ, എല്ലാത്തിനകത്തും നമ്മുടെ പങ്കുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഫുൾ ബിസി ആയിട്ട് തന്നെ പോകുന്നു. ആൻഡ് യെസ്, ചേട്ടനെ കുറിച്ച് ഇനി ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ കേൾക്കാം, അറിയാം SK ഹോട്ട്സ്പോട്ടിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. ആൻഡ് അരുൺ ചേട്ടാ, നമ്മള് ഇന്ന് ഒരു എന്താ പറയാ, ഒരു ടാസ്കിലേക്ക് പോകണം. ഒരു ഐസ് ബ്രേക്ക് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഞാൻ ചേട്ടനെ കൊണ്ട് കുറച്ചൊന്ന് ടാസ്ക് ചെയ്യിപ്പിക്കാനായിട്ട് പോവുകയാണോ? ഓക്കെ ആണോ? കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ലാത്ത സംഭവങ്ങളാണ് ചെയ്യാ. ചേട്ടൻ ഒരു കുഴപ്പവും ഇല്ലാത്തൊരു കാര്യമാണ്. പാടുക എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയല്ലേ അരുൺ ആലാട്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഓക്കെ, അപ്പൊ SK ഹോട്ട്സ്പോട്ടിൽ ഈ സ്പെഷ്യൽ സെഗ്മെന്റിന്റെ പേര് ബി അലേർട്ട് അരുൺ ആലാട്ട് എന്നുള്ളതാണ്. ഓക്കെ. യെസ്. അപ്പൊ എന്തായാലും ഞാൻ ഒന്നുമില്ല, കുറച്ചു പാട്ടുകളിലെ വാക്കുകൾ തരും. അത് ചേട്ടൻ പാടിയ പാട്ടാണ്. ഇതാണ് എന്റെ ക്ലൂ. ഓക്കെ. അത് ഏതാണ് പാട്ടെന്നുള്ളത് പാടുക, അതാണ് നമ്മുടെ മെയിൻ സംഭവം കേട്ടോ. സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. അപ്പൊ എന്തായാലും ആദ്യത്തെ വാക്കിൽ എന്ന് പറയുന്നത് തലയിത് താങ്ങി ഒരു പോക്ക്, ഒരു കഥ പറയാം, ചിരപരിചിതരുടെ മൊഴി. ഏതാണ് ആ പാട്ട്? സ്വാഭാവികമായിട്ടും എന്റെ ഫസ്റ്റ് പാട്ട് സ്വപ്നമൊരു ചാക്ക്. ഓക്കെ. സ്വപ്നമൊരു ചാക്ക്, തലയിലത് താങ്ങിയൊരു പോക്ക്, ഉടയവനറിഞ്ഞ് വിളി കേട്ട് ഇവന് വഴി കാട്ട്, ഒരു കഥ പറയാത്തൊരു കഥ പറയാ, നുണതരി കലരാത്തൊരു കഥ പറയാ, അകലെയാണ് കഥയിലെ നാട്, അവിടെയാണ് ഇവനുയരരുളിയ വീട്, ഈരടിയായി പാടാം നായകന്റെ ചിരപരിചിതരുടെ മൊഴി, സ്വപ്നമൊരു ചാക്ക്, തലയിലത് താങ്ങിയൊരു പോക്ക്, ഉടയവനറിഞ്ഞ് വിളി കേട്ട് ഇവന് വഴി കാട്ട്.
അമ്പോ നമ്മൾ ഈ യൂട്യൂബിലും ഒക്കെ സ്പോട്ടിഫൈയിലും ഒക്കെ കേട്ട ശബ്ദം നേരിട്ട് കേൾക്കുമ്പോഴേ ഉണ്ടാവുന്ന ഒരു കിക്ക് ഉണ്ടല്ലോ, അത് അടിപൊളി ഫീലാണ് ചേട്ടാ. സൂപ്പർ. അപ്പൊ എന്തായാലും ഞാൻ ഒരു കാര്യം കൂടെ പറയാവേ, എന്തെങ്കിലുമൊക്കെ കഥകള് ഈ പാട്ടിന്റെ ഒക്കെ പിന്നിലുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചേട്ടൻ ഈ പാട്ട് കേൾക്കുമ്പം പെട്ടെന്ന് ഓർമ്മ വരുന്ന ഇനി സ്റ്റോറീസ് ഉണ്ടെങ്കിൽ അതും കൂടെ കേൾക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പൊ അതും പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ? ഓക്കെ. അങ്ങനെ കഥകളെ എല്ലാ പാട്ടുകൾക്കും എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ടാവും. അത് ഇതെല്ലാം ഒരു ക്രിയേറ്റീവ് സംഭവങ്ങളും കൂടെ ആയതുകൊണ്ട്. പക്ഷെ ഈ പാട്ടെന്ന് പറയുന്നത് എന്താ എന്റെ കരിയറിലെ ഫസ്റ്റ് സോങ് ആണ്, ഞാൻ റെക്കോർഡ് ചെയ്ത ഫസ്റ്റ് സോങ് ആണ്. അതിനു മുമ്പ് ഞാൻ എന്താ ചാൻസ് വെച്ച് നടക്കുകയോ അല്ലെങ്കിൽ ചാൻസ് വെച്ച് നടക്കാതിരുന്നത് അതിനുള്ള വഴി എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ മറ്റു ട്രാക്കുകൾ പാടുകയോ ഒന്നും ചെയ്യാണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തില് ബിജുപാലിനുള്ള മ്യൂസിക് ഡയറക്ടർ വിളിച്ചിട്ട് തന്നൊരു പാട്ടാണ്. എനിക്ക് ബിജുപാൽ സാറിനെ പോലെ നേരിട്ട് പരിചയമുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു റേഡിയോ ചാനൽ എന്റെ വോയിസ് കേട്ടിട്ട് അവിടെ നിന്ന് നമ്പർ അടിച്ചിട്ടാണ് ബിജു സാർ വിളിക്കുന്നത്. അപ്പം ഈ പാട്ടെന്ന് പറയുന്നത് എനിക്ക് ശരിക്കും ആ പാട്ട് പോലെ തന്നെയാണ്. എന്താ സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു കാര്യമാണ് എനിക്ക് ബിജു സാറ് തന്നിട്ടുള്ളത് ഈ ഒരു പാട്ടിലേക്കൂടെ. അപ്പൊ അത് ഇപ്പോഴും ആലോചിക്കുമ്പോ ഒരു വണ്ടറാണ് ശരിക്കും. ഞാനൊരു കാര്യം ചോദിച്ചേ, ഇപ്പം ഞാനൊരു റേഡിയോ പേഴ്സൺ എന്ന നിലയിൽ ഒരു റേഡിയോയിലൂടെയാണ് ചേട്ടന്റെ ശബ്ദം കവർ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ അതെന്തായിരുന്നു സംഭവം? എന്തെങ്കിലും? അത് റേഡിയോ മാംഗോ എന്നുള്ള ചാനലില് നാട്ടിലെ തരം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. അപ്പം അതില് എന്റെ ഒട്ടും ഇഷ്ടമില്ലാണ്ട് എന്റെ ഫ്രണ്ട്സ് എന്നെ നിർബന്ധിച്ച് ഇതിന്റെ പാട്ട് വണ്ടിയിൽ കയറ്റി പാടിച്ചാണ് ആക്ച്വലി. അപ്പൊ അത് ജഡ്ജ് ചെയ്തിരുന്നത് ബിജുപാൽ സാറാണ്. അപ്പൊ അവിടുന്ന് അതും ഭയങ്കര ഭയങ്കര കൗതുകരമായിട്ടുള്ള കാര്യമാണ്. കാരണം 8000-ഓളം കണ്ടസ്റ്റൻസ് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അതിന്ന് എന്റെ വോയിസ് അദ്ദേഹത്തിന്റെ സ്ട്രൈക്കിംഗ് ആയി തോന്നി എന്ന് പറയുന്നത് തന്നെ എന്റെ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അതെ, അതൊരു ബ്ലസ്ഡ് മൊമെന്റ് തന്നെയാണ്. പിന്നെ അത് സംഭവിച്ചു. ആ പാട്ട് പോലെ തന്നെ അങ്ങനെ പിന്നെ സ്വപ്നം കണ്ടതെല്ലാം ഇങ്ങനെ അങ്ങ് നേടിയെടുത്ത ഒരു ജൈത്ര യാത്ര തന്നെയായിരുന്നു അല്ലേ? അതെ 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 തീർച്ചയായും. ഓക്കെ. അപ്പൊ എന്തായാലും അടുത്ത പാട്ടിലേക്ക് ഞാൻ പോകുവാണ്. അടുത്ത വാക്കുകൾ തരാം, ഏതാണ് പാട്ട് എന്നുള്ളത് അങ്ങോട്ട് പാടുക. ഓക്കെ? യെസ്. അടുത്തത്, ഞാനിവിടെ കാണാതെങ്ങോ പോയി കനവേ. ഓക്കെ. ഇന്നലെയും എന്നഴകെ നിന്നോടൊന്നുരിയാടാൻ ഞാനിവിടെ നിന്നതു നീ കാണാതെങ്ങു പോയി. യെസ്. ഓക്കെ. ആക്ച്വലി ഈ പാട്ടുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനിപ്പം ചേട്ടനെ ഇരുത്തിക്കൊണ്ട് നല്ലതാ സൂപ്പറാന്ന് പറയുമല്ലോ, നമുക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള ചില പാട്ടുകളുണ്ടല്ലോ, പല മൂഡില് പല പാട്ടുകളും നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കും. അങ്ങനെ ഒന്ന് സൂതിങ് ആയിട്ട് പോകുന്ന ഒരു പാട്ടാണ് റഫീഖ് അഹമ്മദിന്റെ വരികൾ. സോ യെസ്, അങ്ങനെ ആ പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത പാട്ടിലേക്ക് പോയാലോ നമുക്ക്? പോകാം. ഓക്കെ. അടുത്ത പാട്ടിലേക്ക് പോകുമ്പോൾ ഓക്കെ പിടിച്ചോ. ചേലോടയൻ കനവാകുമാരാണവൾ 100,000. ഓക്കെ. നീലാമ്പലി ചേലോടയൻ കനവാകുമാരാണവൾ 100,000 മോഹങ്ങളിൽ മിഴിച്ചിന്നാരാണവൾ. ഓക്കെ. ഒരു വടക്കൻ സെൽഫിയിലെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചേട്ടാ അടിപൊളിയായിട്ട് പാടുവാണ്. ഇനിയും 2 പാട്ടുകൾ എൻ്റെ കയ്യിലുണ്ട്. അത് നമുക്ക് എന്തായാലും ഇനി ഒരു കുറച്ചു പാട്ടുകൾക്ക് ശേഷം കേൾക്കാം. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ചേട്ടൻ പാടിയ പാട്ട് തന്നെ നമുക്കിതാ കേൾക്കാം. ഇനി SK ഹോട്ട്സ്പോട്ടിൽ ഇതാ വരുന്നു ഒരു വടക്കൻ സെൽഫി സിനിമയിൽ അരുൺ ആലാട്ട് പാടിയ പാട്ട് നീലാംബലി ഓൺ SK ഹോട്ട്സ്പോട്ട്. SK ഹോട്ട്സ്പോട്ട് പാട്ട് വിശേഷങ്ങളായിട്ട് SK ഹോട്ട്സ്പോട്ടിൽ നമ്മുടെ കൂടെയുള്ളത് ലിറിസിസ്റ്റ്, സിംഗർ ആൻഡ് കമ്പോസർ അരുൺ ആലാട്ടാണ്. അരുൺ ചേട്ടാ, നമ്മൾ ഇപ്പോൾ ഒരു സെഗ്മെന്റിലൂടെയാണ് കടന്നു പോകുന്നത്. ബി അലേർട്ട് അരുൺ ആലാട്ട് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സെഗ്മെന്റ്. സംഭവം ഞാൻ കുറച്ച് വാക്കുകൾ തരുന്നു, അത് ഏത് പാട്ടാണെന്ന് പറയുക. ആൻഡ് ചേട്ടൻ പാടിയ പാട്ടുകളാണ് ചേട്ടൻ വീണ്ടും നമുക്ക് വേണ്ടി പാടാനായിട്ട് പോകുന്നത്. അപ്പൊ ചേട്ടാ അടുത്ത പാട്ടിലേക്ക് പോയാലോ? ഓക്കെ. ഈ ലോകം, ഈ വേഗം, ഈ മോഹം. ഓക്കെ. എൻ കനവിൽ നിൻമിഴികളും മിഴിയിൽ നിലവുകൾ എന്നിനവിൽ നിൻ സ്നേഹ സംഗീതം. യെസ്, അതിന്റെ ആ സോങ് ആക്ച്വലി അതിന്റെ ലിറിക്സ് ഓർത്തിരിക്കാൻ ഭയങ്കര പാടാണ്. ആ ഒരു കണ്ടിന്യൂറ്റിയില് ഇങ്ങനെ കണക്ട് ചെയ്ത് പാടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അത് പാടിയിട്ട് കൊളാക്കുന്നില്ല ആക്ച്വലി.
ഓക്കെ 4 years സിനിമയിലെ പാട്ട്. ഞാനിങ്ങനെ ആലോചിക്കാതെ ചേട്ടൻ ഇങ്ങനെ ഒരു ചെറിയൊരു പുഞ്ചിരി തരുന്നു, ഇനി പുഞ്ചിരിക്ക് ശേഷം ആൻസർ ഇങ്ങനെ പെട്ടെന്നാണ് വരുന്നത്. എങ്ങനെ ഇതെല്ലാം ഓർത്തിരിക്കുന്നത് മനസ്സിലിങ്ങനെ ആ ഒരു ഫീലിങ്സ് ഒക്കെ ഇങ്ങനെ കേറ്റി പിടിച്ചിട്ട് പാടുന്നോണ്ടാണോ പെട്ടെന്ന് ഇങ്ങനെ? നമ്മള് പാടിയ പാട്ടുകൾ തന്നെയാണല്ലോ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ മനസ്സിലുണ്ടാവല്ലോ. ഒരിക്കലും മാറത്തില്ല. ഇല്ല. ഓക്കെ, അത് ഏതുറക്കത്തെ ചോദിച്ചാലും പറയും എന്നുള്ളത് ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ചോദിച്ച പാട്ടുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇടക്കിടക്ക് എവിടുന്നെങ്കിലൊക്കെ ആയിട്ട് എഫ്എമ്മിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് കേൾക്കുന്ന പാട്ടുകളാണ്. അതെ, അതാണ് ഈ പാട്ടുകളുടെ ഒക്കെ ഒരു സ്പെഷ്യാലിറ്റിയെ. ഇപ്പം ചേട്ടൻ എഴുതിയ പാട്ടുകളാണെങ്കിലും ചേട്ടൻ പാടിയ പാട്ടുകളാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്നും ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞ ഒരെണ്ണത്തെ ഫോളോ ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് മുങ്ങിപ്പോകും. പക്ഷെ ഈ പാട്ടുകൾ അങ്ങനെയല്ല, ഇങ്ങനെ എന്നും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന, അല്ലെ ഇൻസ്റ്റയിൽ ഒരു റീൽ ഇടാനായിട്ടൊക്കെ പറ്റുന്ന, സ്റ്റോറി ഇടാനായിട്ട് പറ്റുന്ന കൈൻഡ് ഓഫ് സോങ്സ് ആണ്. അപ്പൊ ചേട്ടൻ നമ്മുടെ ലാസ്റ്റ് സോങ്ങിലേക്കും കൂടെ പോയാലോ? ഓക്കെ, നെക്സ്റ്റ് നാനാലങ്കാര മഹാലക്ഷ്മി ദേവി. ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗത്സ്ഥിതേ ജഗന്മാത മഹാലക്ഷ്മി നമോസ്തുതേ നമോസ്തുതേ. ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കാനായിട്ട് തോന്നുന്നു എനിക്ക്. പക്ഷെ പറയാൻ പറ്റത്തില്ലല്ലോ ചേട്ടാ, പാടിക്കോ ഇനിയും പാടിക്കോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും അരുൺ ആലാട്ട് ബി അലേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഗ്മെന്റ് കഴിഞ്ഞു. ഒരു സിംഗർ എന്ന നിലയിൽ ചേട്ടന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചേട്ടൻ പാടിയിട്ടുള്ള ഫേമസ് സോങ്സിൽ കുറച്ച് പാട്ടുകൾ മാത്രമാണ് കേട്ടത്. ഈ പാട്ടിന്റെ വിശേഷങ്ങളും അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്ന നിലയിൽ ചേട്ടന്റെ ചില വിശേഷങ്ങളും ഒരു കമ്പോസറിന്റെ വിശേഷങ്ങളും ഒക്കെ കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കാം SK ഹോട്ട്സ്പോട്ടിലൂടെ പാട്ടുകൾക്ക് ശേഷം. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. ഇന്ന് നമ്മുടെ കൂടെ SK ഹോട്ട്സ്പോട്ടിലുള്ളത് ലിറിസിസ്റ്റ്, സിംഗർ ആൻഡ് കമ്പോസർ അരുൺ ആലാട്ട്. കൂടെ ഉള്ളത് ജോ ആണ്. ചേട്ടാ, നമ്മളിപ്പം ചേട്ടൻ്റെ സിംഗിങ് ലൈഫിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ കേട്ടു, അതിലേക്ക് നമ്മൾ വീണ്ടും വരുന്നുണ്ട്. ആൻഡ് ഈ ലിറിസിസ്റ്റ് എന്ന ഒരു ടൈറ്റിലേക്ക് പോകുവാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ലിറിസിസ്റ്റ് എന്ന് പറഞ്ഞൊരു ആ ഒരു പദവിയിലേക്ക് എത്തുന്നത്? അതൊരു ഇപ്പം സിനിമയിലേക്ക് എത്തിയത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് സിംഗറായിട്ട് എത്തിയതെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായത്. കാരണം എനിക്കറിയാം ഞാൻ പാട്ട് പാടും എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അങ്ങനെ ഒരിക്കലും എന്റെ മനസ്സിൽ ഉണ്ടായിട്ടില്ലാത്തൊരാഗ്രഹമാണ് അത് എന്നുള്ളത്. ഞാൻ എന്റെ വൈൽഡസ്റ്റ് ഡ്രീംസിൽ പോലും ഞാനൊരു സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതുന്ന എന്റെ മനസ്സിലില്ല. പക്ഷെ ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എന്റെ സോങ്സിൽ ഞാൻ പാട്ട് എഴുതാറുണ്ട്. അത് വെച്ചാല് ഒരു എന്റെ തന്നെ ചിന്തകള്, എന്റെ എന്തെങ്കിലും ഐഡിയാസ് ആണല്ലോ നമ്മൾ പാട്ടുണ്ടാക്കുന്നത് ഇൻഡിപെൻഡന്റ് സോങ്. അപ്പൊ അത് എനിക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പേരുടെ ഐഡിയാസിനെയും അല്ലെങ്കിൽ ആ സിനിമയുടെ ക്യാരക്ടറിനെ, ആ സിറ്റുവേഷനെ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെയാണ് എഴുതേണ്ടത്. അതിനൊക്കെ പുറമെ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ട്യൂണും ഉണ്ടാവും. അപ്പൊ ആ ട്യൂണിന് അനുസരിച്ചിട്ട് ആ ട്യൂണിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, അത് ഭയങ്കര വലിയൊരു ടാസ്ക് ആണ്. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല, എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പം ഈ ഹോം എന്നുള്ള സിനിമയുടെ ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും റോജിനും രാഹുലും ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത് നേരത്തെ. അപ്പോ ഞങ്ങൾ ആ സമയത്ത് ഹോമിന്റെ പ്രീ പ്രൊഡക്ഷൻ സമയത്തൊക്കെ റോജിൻ വെറുതെ എന്റെ ഇൻഡിപെൻഡന്റ് സോങ്സിന്റെ ലിറിക്സ് കണ്ടിട്ട് പറഞ്ഞാണ് ഒന്ന് എഴുതി നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹോമിൽ ഒരു പാട്ട് ടൈറ്റിൽ സോങ് എഴുതി. അപ്പോഴും നമ്മൾ ഫ്രണ്ട് സോണിലിരുന്ന് എഴുതുന്ന ഒരു സംഭവമാണെന്നാണ് ഞാൻ അത്രേ ചിന്തിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഹോമിൽ തന്നെ വേറൊരു സോങ് എഴുതി, മുകില് തൊടാനായി എന്ന് പറഞ്ഞൊരു സോങ്. അത് പക്ഷെ അത് എഴുതിയപ്പോൾ എനിക്ക് കുറച്ചൊരു ഒരു കോൺഫിഡൻസ് ഇങ്ങനെ വന്ന് എഴുതാൻ പറ്റുന്നുണ്ടല്ലോ സംഭവം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എഴുതിയ സേഫ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ രാഹുലിന്റെ തന്നെ പാട്ടാണ്. അത് വിനീതേട്ടനാണ് പാടിയ. അപ്പം വിനീതേട്ടൻ പാടിയിട്ട് ലിറിക്കിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചു, ആരാ എഴുതിയെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാനാന്ന് പറഞ്ഞപ്പം ഇങ്ങനെ ഒന്ന് സർപ്രൈസ്ഡ് ആയി എന്നൊക്കെ പറഞ്ഞിരുന്നു രാഹുൽ. അപ്പം അവൻ പറഞ്ഞു ഇങ്ങനെ ഒരു കോള് വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ രാഹുൽ ഇങ്ങനെ പ്രെഡിക്ട് ചെയ്തിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? വിളിക്കുവോ ഓരോ കോൾസ് വരുമ്പോഴും വിനീതേട്ടനാണോ? ഞാൻ രാഹുലിനെ അപ്പൊ തന്നെ പിന്നെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിടാം. കാരണം വിനീതേട്ടൻ ഹിംസെൽഫ് ഈസ് എ ലിറിക്സിസ്റ്റ്. അപ്പം അദ്ദേഹത്തിന് അങ്ങനെ ഒരു റിസ്ക് എടുക്കോ അങ്ങനത്തെ ഒക്കെ ചിന്തയുണ്ടായിരുന്നു. കാരണം ഇഷ്ടം പോലെ നല്ല എഴുത്തുകാർ നമ്മൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടല്ലോ.
പക്ഷെ ഒരു ദിവസം വിനീതേട്ടൻ ഇതുപോലെ വിളിച്ചിട്ട് ഇങ്ങനെ എന്താ ഒരു ഹൃദയം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നുണ്ട്, അപ്പൊ അതിൽ പാട്ട് എഴുതണം എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെ ഹിഷാമാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞു. അപ്പം ഇരട്ടി സന്തോഷമായി, കാരണം ഹിഷാമൊക്കെ നേരത്തെ അറിയുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. അപ്പം ഹിഷാമിന് അങ്ങനെ ഒരു അവസരം കിട്ടിയത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഫസ്റ്റ് ദർശന എന്നുള്ള സോങ് കേട്ടു. അത് കേട്ട് അപ്പൊ തന്നെ നമുക്കൊരു എന്താ കേൾക്കുമ്പോ അറിയാലോ, അതിന്റെ സൗണ്ടിങ് ഒക്കെ കേൾക്കുമ്പോ ഒരു നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ വന്ന ഒരു തരത്തിലേക്കുള്ള അത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും ആ സോങ് എന്ന് അങ്ങനെ വിചാരിച്ചില്ല. എഴുതുമ്പോ അങ്ങനെ വിചാരിച്ചില്ല. പക്ഷെ എഴുതി അത് വിനീതേട്ടന് ഫസ്റ്റ് ഡ്രാഫ്റ്റ് തന്നെ വിനീതേട്ടന് ഓക്കെ ആയിരുന്നു. അപ്പൊ അത് അങ്ങനെ അടിപൊളിയായി സംഭവിച്ചു. അങ്ങനെ ഒരു ഹോമിൽ നിന്ന് തുടങ്ങി പിന്നെ അങ്ങോട്ട് മൊത്തം എഴുതിയതും മുഴുവൻ ഇങ്ങനെ അങ്ങ് വൺ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം അരുൺ ആലാട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ പാട്ടുകൾ സ്വപ്നം ഒരു ചാക്ക് തുടങ്ങി പിന്നെ പറയാതെ പോവാനായിട്ട് പറ്റാത്ത ഒരു കാര്യമാണ് ദർശന എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. അങ്ങനെ നമ്മൾ ദർശനയിൽ വന്നെത്തി നിൽക്കുകയാണ്. ആ ഒരു പാട്ടിന്റെ പിന്നിലെ കഥകൾ എന്താണ് എന്നുള്ളത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി പാട്ടുകൾക്ക് ശേഷം അരുൺ ആലാട്ട് എന്ന വ്യക്തിയെ നമുക്കിനി കൂടുതൽ അറിയാം. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK Hotspot ഓൺ സർഗക്ഷേത്ര 89.6 FM. ഇന്ന് നമ്മുടെ കൂടെ SK Hotspotലുള്ളത് ലിറിസിസ്റ്റ്, സിംഗർ ആൻഡ് കമ്പോസർ അരുൺ ആലാട്ട്. അരുൺ ചേട്ടാ, നമ്മൾ ദർശനയിൽ ഇങ്ങനെ പറഞ്ഞു നിർത്തി. ആൻഡ് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യം ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്. ദർശന സോങ് വാസ് റിയലി ടഫ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അതിനകത്ത് ദർശന പൊട്ടുകുത്തുന്നത്, മുടി അഴിക്കുന്നത്, ആ ദർശനയുടെ ആ സൗന്ദര്യം വരികളിലൂടെ ഒപ്പിയെടുക്കണം എന്നൊക്കെ കുറേ റിക്വയർമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ ലിറിസിസ്റ്റുകൾക്ക് ഇത്രയും കഷ്ടപ്പാടുണ്ടല്ലേ എന്ന് ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തു. ഇപ്പം ചേട്ടൻ ഇപ്പം ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ എഴുതുന്നുണ്ട്, ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള പാട്ടുകളും അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിലെ പാട്ടുകളും ഒക്കെ എഴുതുന്നുണ്ട്. അപ്പം ഈ ലിറിസിസ്റ്റ് എന്ന നിലയിൽ ചേട്ടൻ്റെ അടുക്കലേക്ക് വരുന്ന റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്? ഇപ്പം നല്ലൊരു പ്രൊജക്റ്റ് ആണെങ്കിൽ, അതായത് നല്ല വിഷൻ ഉള്ള ഒരു ഡയറക്ടർ ഒക്കെ ആണെങ്കിൽ, നമ്മള് ഡയറക്ടർ ആദ്യം നമുക്ക് എന്താണ് കഥ നറേറ്റ് ചെയ്ത് തരും. അപ്പൊ അതുവരെ എന്താണ് സംഭവിക്കുന്നത്, ഈ പാട്ട് എവിടെയാണ് വരുന്നത്, ഈ ഇതിലെ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ്, ഇപ്പം ക്യാരക്ടറിന്റെ എന്ത് സിറ്റുവേഷനിലാണ് ഈ പാട്ട് പാടുന്നത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞുതരും. ഇപ്പൊ ദർശനയുടെ കേസിലാണെങ്കിലും ആ വിഷ്വലി ഓരോ സ്റ്റാൻസയിലും എന്തൊക്കെയാ വരുന്നതെന്നുള്ളത് കൃത്യമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അത്രയും പ്രോപ്പറായിട്ട് അത്രയും വൃത്തിയായിട്ട് എഴുതാൻ പറ്റണം, ആ വിഷ്വലായിട്ട് അത്രയും മാച്ച് ചെയ്ത് നിൽക്കണ പോലെ എഴുതാൻ പറ്റുന്നത്. അപ്പം മറ്റ് ഭാഷകളിൽ റിലീസ് ചെയ്യുന്ന ചിത്രങ്ങൾ ഇപ്പം ഡബ്ഡ് ആയിട്ട് വരുന്ന സിനിമകളാണെങ്കിലും പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ട്രാൻസ്ലേറ്റ് ചെയ്യാണ് ചെയ്യുക. ഇപ്പൊ ട്രാൻസ്ലേഷൻ അല്ല നടക്കണം. ഇപ്പം വെച്ചാല് അവര് ആ ഡയറക്ടർ ടീമിൽ നിന്ന് തന്നെ നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ട് നമ്മള് ഒരു പുതിയ പാട്ട് എഴുതുന്ന പോലെ തന്നെ എഴുതുന്നത്. അത് ഇപ്പം തെലുങ്കാണെങ്കിൽ തെലുങ്കിൽ എന്ത് എഴുതി എന്നുള്ളത് നമ്മള് അങ്ങനെ അന്വേഷിക്കുന്നേ ഇല്ല. ഞാനത് ഒരു ചോദ്യമായിട്ട് വെച്ചേക്കുമായിരുന്നു, അത് ഞാൻ ഒന്നുകൂടെ എടുത്ത് ചോദിക്കുന്നതായിരിക്കും. ചേട്ടൻ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ. ഇപ്പം ഏത് സിനിമകൾ ഞാൻ എഴുതിയിട്ടുള്ള സിനിമകളാണെങ്കിലും അപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു വ്യത്യാസം ഇപ്പോഴത്തെ ഡബ്ഡ് സോങ്സിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മറ്റേതാകുമ്പോ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം തീരെ ഇല്ലാത്ത ഒരു സംഭവമാണ്, കാരണം ഇങ്ങനെ ഒപ്പിച്ചെഴുതാൻ പറ്റുന്ന ഒരു സംഭവം. അന്ന് അങ്ങനെയായിരുന്നു നടന്നിരുന്നത്. ഇപ്പൊ അതൊക്കെ കുറെ മാറി. പിന്നെ നമുക്ക് സിനിമ കാണാൻ പറ്റില്ല, കാരണം സിനിമ ഷൂട്ടിങ്ങിന്റെ മുമ്പേ ഒക്കെ ആയിരിക്കും മിക്ക പടങ്ങളും എഴുതുന്നത്. അപ്പോ നമ്മള് ഡയറക്ടർ നറേറ്റ് ചെയ്ത് തരുന്നതിനനുസരിച്ചിട്ട് അതിൽ ഉള്ള ആക്ടേഴ്സിനെ വെച്ചിട്ട് നമ്മളത് ഇമാജിൻ ചെയ്യാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കും വരിക എന്നുള്ളത്. അപ്പൊ ചില സമയത്ത് നമ്മള് എഴുതുന്ന സംഭവങ്ങളിൽ നിന്ന് ഡയറക്ടർക്കും ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. ഇപ്പം ഫോർ എക്സാമ്പിള് നമ്മുടെ ഹൃദയം സിനിമയിൽ തന്നെ ഞാൻ ആക്ച്വലി 2 പാട്ടാണ് അതിൽ പ്രോപ്പറായിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതില് ദർശന എന്നുള്ള പാട്ടില് ഇടയ്ക്കൊരു സംസ്കൃതം അല്ല, കുറച്ചും കൂടെ വൃത്തിയുള്ള മലയാളത്തില് 2 വരി വരുന്നുണ്ട്. അത് ആക്ച്വലി വിനീതേട്ടന് സംസ്കൃതം വേണമെന്നായിരുന്നു പറഞ്ഞത്. എനിക്ക് സംസ്കൃതം അറിയാത്തതുകൊണ്ട് ഞാനൊരു സേഫ് ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അങ്ങനത്തെ കുറച്ച് വേർഡ്സ് ചെയ്തപ്പം അത് ഓക്കെ ആയി. പിന്നെ തന്നെ അതിൽ ഞാൻ യൂസ് ചെയ്ത ചില വേർഡ്സ്, സർവം സദാ എന്നുള്ള വേർഡ്, അത് ആക്ച്വലി 2 വേർഡ്സ് ആണ്. അങ്ങനെ ഒരുമിച്ച് യൂസ് ചെയ്ത് അത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ കുറച്ച് യൂസേജസ് വന്നതുകൊണ്ട് അത് വിനീതേട്ടന് ഇഷ്ടപ്പെട്ടു. ആ ലിറിക്സ് മാത്രം എടുത്തിട്ട് വിനീതേട്ടൻ സർവം സദാ എന്ന് പറഞ്ഞിട്ട് വേറൊരു പാട്ട് ഉണ്ടാക്കി. ഹിഷാമം ഒരു പാട്ട്, ശ്രീനിവാസ് സാറ് പാടിയത് ഒരു പാട്ടാണ്. അപ്പൊ അത് സിനിമയുടെ ഒരു ഇമ്പോർട്ടന്റ് സീന്, ലാസ്റ്റിൽ ഒരു സീഷോറിലുള്ള ഒരു സീന് വരുന്ന സമയത്ത് ആ പാട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. അതെ. അപ്പൊ അത്
അങ്ങനെ ആ ഒരു എനിക്ക് തോന്നുന്നു ആ ഒരു ലിറിക്ന്ന് ഇൻസ്പയർ ആയിട്ട് വന്നതാന്ന് തോന്നുന്നു. ഓക്കെ 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 ഓക്കെ. ഞാൻ അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം സേഫ് ആയിട്ട് നമ്മൾ നേരത്തെ ആ സംസ്കൃതം അറിയാത്തത് കൊണ്ട് ഒരു മലയാളം വേർഡ്സ് ഒക്കെ ചേട്ടൻ അവിടെ എഴുതി വെച്ചു. അപ്പം ഈ മലയാളം വേർഡ്സ് ഒക്കെ ഇങ്ങനെ നേരത്തെ സ്ട്രൈക്ക് ചെയ്യുന്നത് ഇങ്ങനെ മനസ്സിൽ കുറിച്ചിടുകയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താ ചേട്ടൻ ചെയ്യുന്ന എക്സസൈസ് എന്താണ്? ഈ വാക്കുകളുടെ ഒരു ഇത് കിട്ടണമല്ലോ. നമ്മൾ ഈ ലിറിസിസ്റ്റുകളുടെയൊക്കെ നിങ്ങളുടെയൊക്കെ വരികൾ കാണുമ്പോഴാണ് ഇങ്ങനെ വാക്കുകളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ സാധാരണ പറയുന്ന മലയാളം അല്ലല്ലോ, പക്ഷേ അതിനകത്തും ഭംഗിയായിട്ടുള്ള വാക്കുകളാണ് നമ്മൾ പാട്ടുകളിൽ കൂടുതലും ഉൾപ്പെടുത്തുന്നത്. സോ എന്തൊക്കെ എക്സസൈസാണ് ചേട്ടൻ ആസ് എ ലിറിസിസ്റ്റ് എടുക്കാറുള്ളത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്താ ഒരു ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്യാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ പല സ്ഥലത്തുനിന്ന് ഇപ്പം പഴയ പാട്ടുകളാണെങ്കിലും പല സ്ഥലത്തുനിന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചില സംഭവങ്ങൾ സ്ട്രൈക്ക് ചെയ്യും. പിന്നെ ഈ നമുക്ക് തരുന്ന ട്യൂണില് ഡമ്മി ആയിട്ട് ഇങ്ങനെ ഇല്ല ഗിബറിഷ് പോലെ പല സംഭവങ്ങളും പാടിയിട്ടുണ്ടാവും. അപ്പൊ അതില് ഇപ്പം മ്യൂസിക് ഡയറക്ടർ അറിയാണ്ടായിരിക്കും, പക്ഷെ ആൾക്ക് വേണ്ട സൗണ്ടിങ്ങിലുള്ള ചില വേർഡ്സിന്റെ ഹിന്റുകൾ പോലെ ഇങ്ങനെ നമുക്ക് കിട്ടും. ഇപ്പം ഈ ദർശനം തന്നെ നഭസിൽ പൂർണ്ണവിധി പോൽ വദനം എന്ന് പറഞ്ഞിട്ട് വരുന്ന സ്ഥലത്ത് ഹിഷാം തപസ്സേ പോലെ എന്തോ ആണ് പാടുന്നത്. അപ്പം എനിക്കത് എന്താ ഇപ്പം ആകാശത്തില് പൂർണ്ണചന്ദ്രനെ പോലെ മുഖം, മനസ്സ് അമൃതം പോലെ അങ്ങനെ ഒരു സംഭവം എനിക്ക് കിട്ടുന്ന ആ വേർഡ്സ് കിട്ടുന്ന അതുകൊണ്ടാ. കാരണം എനിക്ക് അവിടെ വാനം എന്ന് ഉപയോഗിക്കാം, ആകാശം എന്ന് ഉപയോഗിക്കാം, പക്ഷെ എനിക്കത് അവൻ തപസ്സേന്ന് പാടിയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് നഫസിൽ എന്ന് പറഞ്ഞിട്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പം അങ്ങനെ കിട്ടാറുണ്ട്. പിന്നെ പഴയ എഴുത്തുകാരുടെ പാട്ടുകൾ ഒരുപാട് ശ്രദ്ധിക്കും. അപ്പൊ അതിൽ ചില പ്രയോഗങ്ങളോ വേർഡ്സോ, പിന്നെ ശബ്ദധാരാവലി യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതിൽ നമ്മള് വേർഡ്സിന് ഓൾട്ടർനേറ്റ് വേർഡ്സ് ഒക്കെ തപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നല്ലതാണ്. ഓക്കെ, യെസ്. അങ്ങനെ അരുൺ ആലാട്ട് എന്ന ലിറിസിസ്റ്റിനെ കുറിച്ച്, സിംഗറിനെ കുറിച്ച്, കമ്പോസറിനെ കുറിച്ച് കൂടുതൽ കേട്ടറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ SK ഹോട്ട്സ്പോട്ടിലൂടെ. ചേട്ടാ, അപ്പം നമുക്കിനി പാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ചേട്ടൻ്റെ ശബ്ദത്തിലൂടെ തന്നെ ദർശന ഒന്ന് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിലൂടെ ഒക്കെ ദർശന വന്നു പോയി. അപ്പം ദർശന ഒന്ന് പാടി നമുക്ക് നേരെ പാട്ടിലേക്ക് പോവാം. ഓക്കെ. ദർശന ആക്ച്വലി കംപ്ലീറ്റ്ലി ഹിഷാമിന്റെ പാട്ടാണ്. കാരണം ആളുടെ ശബ്ദവും ആളുടെ റേഞ്ച് ഒക്കെ വേറെയാണ്. പക്ഷെ ചേട്ടനെ കിട്ടി കഴിയുമ്പോൾ നമുക്ക് ചേട്ടനെ ഒന്ന് പാടണം, ചേട്ടന്റെ ശബ്ദത്തിലൊന്ന് കേൾക്കാന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ. നീ പോകും വഴിയിൽ വരം കാത്തു നിന്നു, ഒരു നോക്കു നൽകാതകുന്നു നീ, ഓർക്കുന്ന നേരം കനലാണ് നെഞ്ചി, മറുവാക്ക് ചൊല്ലാത്തതെന്തേ, ഏതൊരാഴത്തിൽ മൂടി വച്ചാലും അഴകേ, മനസ്സു തേടിയെത്തുന്നു നിന്റെ ഈ പുഞ്ചിരി, നീലാമധുവേനുകര കാത്തു ഞാൻ ദർശന, സർവം സദാ നിൻ സൗരഭം ദർശന, എൻ ജീവന സായുജ്യം ദർശന, സ്നേഹാമൃതം എന്നിലേക്കു ദർശന. ഇനി നേരെ ആ പാട്ടിലേക്ക് പോകാം. ദിസ് ഈസ് SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് അരുൺ ആലാട്ട്, ദ സിംഗർ, ലിറിസിസ്റ്റ് ആൻഡ് കമ്പോസർ. അരുൺ ചേട്ടാ, നമ്മളിങ്ങനെ മുമ്പേ ചേട്ടൻ്റെ പാട്ടുകളുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഡബ്ഡ് മൂവിയിൽ വരുമ്പോഴും നമ്മളിപ്പോൾ പക്കാ ട്രാൻസ്ലേഷൻ അല്ല, നമ്മൾ എന്താണോ ആ പാട്ടിന് ആവശ്യമുള്ളത് അത് ഒപ്പിയെടുക്കുകയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഇപ്പം നമ്മുടെ ചേട്ടൻ ഇപ്പം എഴുതിയിട്ടുള്ള കണ്ണിൽ കണ്ണിലായിക്കോട്ടെ, അല്ലെ സീതാരാമത്തിലെ പാട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ആരാധ്യ ആയിക്കോട്ടെ, എൻറോജ ആയിക്കോട്ടെ, എല്ലാം നമ്മൾ ഭയങ്കരമായിട്ടും ഭയങ്കര ട്രെൻഡിങ് ആയ പാട്ട് തന്നെയാണ്. ആൻഡ് ഇതൊക്കെ മലയാളത്തിലേക്ക് ആക്കുമ്പോൾ ഇപ്പോൾ ചേട്ടൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ അതിൻ്റെ പക്കാ ഇതായിരിക്കില്ല എടുക്കുന്നതെന്നുള്ളത്. പക്ഷെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ആ പാട്ടിനകത്ത് ഉപയോഗിക്കുന്ന ആ ഒരു വാക്കുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ നേരെ മലയാളം അല്ലെങ്കിൽ ആ താളത്തിനൊത്ത് വരുന്ന മലയാളമാണ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അല്ല നമ്മുടെ മലയാളി തനിമ ഇതിനകത്ത് കൊണ്ടുവരാനായിട്ടാണ് ശ്രദ്ധിക്കുന്നത്. എന്താണ് ഈ ഒരു ഡബ്ഡ് സോങ് എഴുതുമ്പോൾ ചേട്ടൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഡബ്ഡ് സോങ് വെച്ചാൽ ആക്ച്വലി അങ്ങനെ ഒരു ടേം ആ സിനിമ അങ്ങനെ ടെക്നിക്കലി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഡബ്ഡ് സോങ് ഇങ്ങനെ എഴുതും അങ്ങനെയൊന്നുമില്ലല്ലോ.
ഇപ്പം ഞാൻ ട്രാൻസ്ലേഷൻ വേണമെന്ന് പറയുന്ന പ്രൊജക്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ മാക്സിമം അവരെ ഡിസ്കറേജ് ചെയ്യാണ് ചെയ്യുക. അതിൽ അവര് എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കും. എസ്പെഷ്യലി കണ്ണിൽ പോലത്തെ കുറച്ച് ഹിറ്റ് പാട്ടുകൾ അങ്ങനെ വന്നതുകൊണ്ട് അവർ സമ്മതിക്കുകയും ചെയ്യും. അപ്പൊ അതിന്റെ റിസൾട്ട് എപ്പോഴും പാട്ടുകളിൽ ഉണ്ടാവും. അപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒറിജിനൽ എന്താണോ എഴുതിയേക്കണത് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഒട്ടും ശ്രമിക്കാറില്ല. അത് അതുപോലെ തന്നെ വിട്ടിട്ട് ഒരു പുതിയ പാട്ട് എഴുതുന്ന പോലെ തന്നെയാണ് എഴുതുക. ഇപ്പൊ പറഞ്ഞ പാട്ടിലാണെങ്കിലും ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ ഇതളേ എന്നുള്ള സോങ്, അതൊക്കെ ഞാൻ അതുപോലെ ഇഷ്ടം കൊണ്ട് എഴുതി തന്നെയാണ്. പക്ഷെ ഒരിക്കലും അതൊരു പോപ്പുലാരിറ്റി കിട്ടുന്ന പാട്ടായിരിക്കും എന്നൊന്നും വിചാരിച്ചു. സിറ്റുവേഷൻ സോങ്സ് ആണല്ലോ. പക്ഷെ അതൊക്കെ അതിന്റെ ലിറിക്സ് ആണെങ്കിലും ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. അത് എനിക്ക് തോന്നുന്നു ആ മ്യൂസിക്കിനും ആ സിറ്റുവേഷനും അനുസരിച്ചിട്ട് നമ്മുടേതായിട്ടുള്ള കംപ്ലീറ്റ്ലി നമ്മുടേതായിട്ട് എഴുതാം. ഞാൻ ഒരു വേർഡ് പോലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല. അപ്പം അതിന്റെ ഒരു ഗുണമാണ് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, നമ്മൾ ട്രോളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ തമിഴ് സിനിമ, ഹിന്ദി സിനിമയുടെ ഒക്കെ മലയാളം പാട്ടുകൾ വരുമ്പോൾ നമ്മളത് കുറേ ചിരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഓർക്കും. പക്ഷെ ഇപ്പോഴത്തെ പാട്ടുകൾ അതും ട്രോളുകളിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ പാട്ടുകൾ എന്ത് രസമാണ് എന്നുള്ളത്. അപ്പം എന്തായാലും ചേട്ടനിപ്പോൾ മെൻഷൻ ചെയ്ത പാട്ടുണ്ട് ഹെയ്നാന സിനിമയിലെ ഇതളെ. ആ പാട്ട് നമുക്ക് കേൾക്കാം. നമ്മുടെ സ്വന്തം SK ഹോട്ട്സ്പോട്ടിലൂടെ നജീം അർഷാദ് പാടി അരുൺ ആലാട്ട് വരികൾ എഴുതി ഹിഷാം അബ്ദുൽ വഹാബ് കമ്പോസ് ചെയ്ത പാട്ടാണ്. ആൻഡ് ഈ വരികൾ എഴുതിയ അരുൺ ആലാട്ടാണ് ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ നമ്മുടെ കൂടെ ഉള്ളത്. അരുൺ ചേട്ടനോട് ചോദിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, വിശേഷങ്ങൾ പറയാനായിട്ട് അരുൺ ചേട്ടൻ റെഡിയാണ് അല്ലേ ചേട്ടാ? ഓക്കെ. അപ്പൊ എന്തായാലും ഒരു യെസ് മുഴങ്ങിയിട്ടുണ്ട്. അപ്പം ആ മുഴക്കം തീരുന്നതിന് മുന്നേ നമുക്ക് പാട്ട് കേട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. അരുൺ ചേട്ടാ, നമ്മളങ്ങനെ ലിറിസിസ്റ്റ് ആ ഒരു ഫീൽഡ് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓരോ ഫീൽഡിലേക്ക് ഇങ്ങനെ അറിയാനായിട്ട് പോകുവാണ്. ആൻഡ് ഇനി ഒരു കാര്യം ചോദിക്കാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ചേട്ടൻ ഇപ്പോൾ ഒരു പാട്ട് എഴുതി, ആ പാട്ട് ഇപ്പം സിനിമയിൽ വരുന്നു അല്ലെങ്കിൽ റീൽസിൽ കേൾക്കുന്നു. അപ്പം വാട്ട് മേക്സ് യു സോ ഹാപ്പി? ഇപ്പം എഴുതി വിട്ട ഒരു പാട്ട് അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞ ഒരു പാട്ട് എങ്ങനെ കേൾക്കുമ്പോഴാണ് ചേട്ടന് ഭയങ്കരമായിട്ടും ഹാപ്പി ആവുന്നത്? ഇപ്പോൾ ഒരു ഡയറക്ടർ വന്നിട്ട് കൊള്ളാം എന്ന് പറയുമ്പോഴാണോ, അതോ ആ മ്യൂസിക്കുമായിട്ട് അത് ചേർന്ന് നിൽക്കുമ്പോഴാണോ, അത് നല്ല ഒരു ശബ്ദത്തിലൂടെ അത് വരുമ്പോഴാണോ, അത് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്, എങ്ങനെയാണ് ചേട്ടൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത്? ഇപ്പം പാട്ടുകൾ പാടുന്നതാണെങ്കിലും എഴുതുന്നതാണെങ്കിലും നമ്മള് ഇറങ്ങുന്ന സമയത്ത് അത് കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വലിയ ഒന്നും കിട്ടാറില്ല സത്യം പറഞ്ഞാൽ. കാരണം നമ്മൾ ഒരുപാട് പ്രാവശ്യം അതിന് ഇറങ്ങുന്നതിന് മുമ്പേ കേട്ട് ഒരു സാച്ചുറേറ്റഡ് ആയി പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. കാരണം ഇത് എഴുതാനാണെങ്കിലും ഒക്കെ നമ്മളിത് കേട്ടോണ്ടിരിക്കണമല്ലോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് ഇതില് സോഷ്യൽ മീഡിയകളിൽ വരുന്ന കമന്റുകള്, ഇപ്പം യൂട്യൂബിലാണെങ്കിലും അങ്ങനെയുള്ള കമന്റുകളിൽ വരികളെ മെൻഷൻ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഹാപ്പിനെസ് തോന്നാറുണ്ട്. കാരണം ഞാൻ പണ്ട് എഴുതാൻ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് പാട്ടുകൾ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട്. ഈ പാട്ടുകളുടെ വരികൾ ഞാനിങ്ങനെ നമ്മൾ കൂടിയിരിക്കുന്ന സമയത്തൊക്കെ ഓരോ വരികൾ പറഞ്ഞിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു. അപ്പം അങ്ങനെ ഒരിടയ്ക്ക് നമുക്ക് മലയാളത്തില് ഒരു കണക്ഷനുകൾ ഇല്ലാത്ത പോലത്തെ കുറെ വരികളുള്ള പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഒരുപാട് നല്ല എഴുത്തുകാർ വന്നു. ഇപ്പൊ റഫീഖ് അഹമ്മദ്, അതുപോലെ സന്തോഷ് വർമ്മ, അങ്ങനെ ഒരുപാട് നല്ല എഴുത്തുകാർ വന്നപ്പോൾ വീണ്ടും അങ്ങനത്തെ ഒരു നല്ല കാലത്തിലേക്ക് വന്നു. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി എന്നുള്ള രീതിയിൽ ഇപ്പൊ എനിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ നമുക്കിപ്പം റൈറ്റേഴ്സിനായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതില് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും രചന, അതെ. അപ്പൊ അതില് ഓരോ ആൾക്കാര് പറയുന്ന എൻകറേജിങ് വേർഡ്സ് ഇത് സന്തോഷം ഉണ്ടാക്കാറുണ്ട്. പിന്നെ എസ്പെഷ്യലി ഫാമിലി എന്നുള്ള റെസ്പോൺസസ് ഭയങ്കര സന്തോഷം ഉണ്ടാക്കാറുണ്ട്. പിന്നെ കാരണം ഇത് എടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എനിക്ക് കിട്ടുന്ന പേർക്സ് ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു സംഭവമല്ല. അപ്പം എനിക്ക് എപ്പോഴും അതൊരു ഒരു പുതിയ കാര്യമായിട്ടാണ് എപ്പോഴും ഫീൽ ചെയ്യാറ്. യെസ്, അങ്ങനെ നമ്മൾ വിചാരിക്കാതെ വന്ന ഒരു സൗഭാഗ്യം അല്ലേ എന്ന് പറയാം, ആ ഒരു ലിറിസിസ്റ്റ് എന്നുള്ളൊരു പദവി. അതെ അതെ. ആൻഡ് ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പം ഈ കമ്പോസേഴ്സ് ഒക്കെ പറയാറുണ്ട് അവർ മ്യൂസിക് തിട്ടപ്പെടുത്തുമ്പം എങ്ങനെയുള്ള പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാനാണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പം ഒട്ടുമിക്ക ആളുകളും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആളുകൾക്ക് കൂടെ പാടാനായിട്ട് പറ്റുന്ന പാട്ടുകൾ ചെയ്യാനായിട്ടാണ് അവർ പലപ്പോഴും ശ്രമിക്കാറുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പാട്ട് ഭയങ്കര ക്ലാസിക്കൽ ടച്ചുള്ള പാട്ടുകളൊക്കെ ഭയങ്കരമായിട്ടും ഒക്കെ കൊടുത്താൽ ആളുകൾക്കത് പാടാനായിട്ട് ഇച്ചിരി പ്രയാസമായിരിക്കും. പക്ഷെ അവർക്ക് സിമ്പിളായിട്ട് പാടാനായിട്ട് പറ്റുന്ന പാട്ടുകൾ കമ്പോസ് ചെയ്യാനായിട്ടാണ് അവർക്ക് താല്പര്യം എന്ന് പറയുന്നു. അപ്പം ചേട്ടനെ സംബന്ധിച്ച് ഒരു പാട്ട് എഴുതുമ്പോൾ അത് എങ്ങനെ എഴുതാനാണ് ചേട്ടൻ ആഗ്രഹിക്കുന്നത്? ഇപ്പം ആളുകളത് ഓക്കെ അത്
അതിൻ്റെ മനോഹാരിതയെക്കുറിച്ച് പറയണം, അല്ലെങ്കിൽ അതിങ്ങനെ ചൊല്ലി പാടാനായിട്ട് പറ്റുന്ന പോലെ ആവണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചേട്ടനായിട്ട് നിർമ്മിക്കുന്ന ഒരു തരത്തിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടോ, ഒരു റൂൾ ഉണ്ടോ? അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. എന്നുവെച്ചാൽ നമ്മൾ എഴുതുമ്പോൾ ജസ്റ്റ് ആ സിറ്റുവേഷനും ആ ഡയറക്ടറിനെയും മ്യൂസിക് ഡയറക്ടറിനെയും സംതൃപ്തിപ്പെടുത്തുക എന്നുള്ള മാത്രമേ ഉള്ളൂ. പക്ഷെ അവര് അതിൽ ഓക്കെ ആണെങ്കിൽ സിനിമയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാരും അത് ഇഷ്ടപ്പെടും തോന്നുന്നു. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം ഈ കട്ടിയുള്ള വേർഡ്സ് കൊണ്ട് ആരും പാട്ട് പാടാതിരിക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യില്ല. ഇപ്പൊ നമ്മള് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി നമ്മളെ അർത്ഥം അറിഞ്ഞിട്ടല്ലല്ലോ നമ്മൾ എല്ലാം പാടിക്കൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിലുള്ള പാട്ടാണ്. പക്ഷെ അത് ആ വാക്കുകളെ നമ്മൾ എങ്ങനെയോ നമ്മളിലേക്ക് അടിച്ചാൽ അത് ആ വാക്കുകളുടെ ഫ്ലോയുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ആ സംഗീതത്തിന്റെ പ്രത്യേകതയാണ്. അപ്പം അത് രണ്ടും കൂടി വരുന്ന പാട്ടുകളാണ് എപ്പോഴും നിലനിൽക്കുന്നത്. അപ്പൊ അത്തരത്തിൽ നമ്മൾ വാക്കുകളെ റെസ്ട്രിക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരുപാട് നമ്മള് ഒരു നഴ്സറി പാട്ട് പോലെ പാട്ടുകൾ ഉണ്ടാക്കി വിടുന്നതിനേക്കാളും കൂടുതൽ കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഫീൽ ചെയ്യുന്ന പാട്ടുകൾ, എന്തെങ്കിലുമൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കണക്ട് ആവുന്ന പാട്ടുകൾ എഴുതുന്നതാണ് ഒരു ലോങ് റണ്ണിന് എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അങ്ങനെ എഴുതിയ പാട്ടുകളാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എന്നാലും അങ്ങനെ എഴുതിയ പാട്ടുകൾക്കൊക്കെ ഒരു വലിയ താങ്ക്സ് പറയുവാണ്. അങ്ങനെ പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഇവിടെ എത്തുന്നത് സീതാരാമത്തിലെ പാട്ടാണ് ഇപ്പൊ കറന്റ്ലി പെട്ടെന്ന് വന്നത്. അതിപ്പോ ഒരു നമുക്കറിയാം, ഇപ്പൊ ലക്കി ഭാസ്കറിലെ മിഴുദീപമേ എന്നുള്ള പാട്ടാണ്, ചേട്ടൻ എഴുതിയ പാട്ടാണ്. ഇപ്പം ഹെയ്നാനയിലെ പാട്ട്, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞത് ഒരിക്കലും മലയാളം പാട്ടുകളല്ല, പക്ഷെ ആ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് അതേ എനിക്ക് തോന്നുന്നു സീതാരാമത്തിലെ ഞാൻ 1-2 പേരോടൊക്കെ സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ സീതാരാമത്തിലെ കണ്ണിലെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് നമ്മുടെ മലയാളമാണ് എന്നുള്ളത്. കാരണം നമ്മളെല്ലാം കേൾക്കുമല്ലോ, തമിഴ്, തെലുങ്ക് ഒക്കെ നമ്മൾ കേൾക്കും. അതിലൊക്കെ നമ്മൾ തമിഴ് പാട്ടാണെങ്കിലും നമ്മൾ ചില പാട്ടുകൾ നമുക്ക് മലയാളത്തിലാണെന്ന് പറഞ്ഞാലും അത് തമിഴ് കേൾക്കാനായിട്ടായിരിക്കും നമുക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ ഇത് മലയാളം കേൾക്കാനായിട്ട് തന്നെയാണ് ഇഷ്ടം. അപ്പം അങ്ങനെ ഉള്ള പാട്ടുകളൊക്കെ എഴുതിയ ചേട്ടൻ ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ സീതാരാമത്തിലെ കണ്ണിൽ എന്ന പാട്ടിലേക്കാണ് പോകുന്നത്. ആ പാട്ടിൻ്റെ വരികൾ എഴുതിയ അരുൺ ആലാട്ടാണ് ഇന്ന് നമ്മുടെ കൂടെ SK ഹോട്ട്സ്പോട്ടിലുള്ളത്. അരുൺ ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി കേട്ടറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരും കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. പാട്ടുകൾ പാടിക്കൊണ്ടും പാട്ടുകൾ എഴുതിക്കൊണ്ടും കമ്പോസ് ചെയ്തുകൊണ്ടും നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന അരുൺ ആലാട്ടാണ് ഇന്ന് SK ഹോട്ട്സ്പോട്ടിലെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ്. അരുൺ ചേട്ടാ, നമ്മളിങ്ങനെ ലിറിസിസ്റ്റിൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആൻഡ് ഇനി എനിക്കൊരു നമ്മുടെ സിംഗർ എന്ന അരുൺ ചേട്ടനിലേക്ക് ഞാനൊന്ന് എത്തുവാണേ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ചേട്ടൻ്റെ ഫസ്റ്റ് സോങ് ആണ് സ്വപ്നം ഒരു ചാക്ക് എന്ന് പറഞ്ഞത്. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു, അത് ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു സിംഗർ ആവണമെന്ന് ചേട്ടൻ ആഗ്രഹിച്ചു, സിംഗറായി. ആൻഡ് അന്ന് ആ സ്റ്റുഡിയോയിൽ ആദ്യം കയറുമ്പോൾ അരുൺ എന്ന ഒരു വ്യക്തിയുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? അത് എനിക്ക് 21 വയസ്സിലാണ് ഞാൻ പാടുന്നത് സ്വപ്നം ഒരു ചാക്ക് എന്നുള്ള പാട്ട്. ഞാൻ BTech ഫൈനൽ ഇയർ പഠിക്കുന്ന സമയമായിരുന്നു. ഒട്ടും വിശ്വാസം വരാത്തൊരു മനസ്സായിട്ടാണ് ഞാൻ ആ സ്റ്റുഡിയോയിലേക്ക് കയറുന്നത്. എന്നെ കലൂര് വന്നിട്ട് ഇറങ്ങി എന്നെ ബിജിപാൽ സാറാണ് വണ്ടിയിൽ വന്ന് പിക്ക് ചെയ്ത് സാറിന്റെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്നത്. അന്ന് അവിടുന്ന് പാട്ട് കേട്ട് പഠിച്ചു, ചടപടയെന്ന് പറഞ്ഞ പാടി പാട്ട്. അത് പക്ഷെ ഫൈനൽ വേർഷൻ ആയിരുന്നില്ല. ഒരു കൺഫർമേഷൻ കിട്ടേണ്ടതുണ്ട് പ്രൊഡ്യൂസറും, കാരണം ഇത് വേറെ ഏതോ വലിയ സിംഗർ പാടാൻ വേണ്ടി വെച്ചിരുന്ന പാട്ടാണ്. അപ്പം മാർട്ടിൻ ചേട്ടനാണെങ്കിലും ഒരു പുതിയ വോയിസ് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. അപ്പം വിശ്വാസമില്ലായ്മയാണ് എന്നെ അത് വിശ്വസിപ്പിക്കാന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു ഫാക്ടർ ഇതില്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അത് ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അതൊരു റിയലൈസേഷൻ വരാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. കാരണം അതിനുശേഷം വന്ന വർക്കുകളൊക്കെ കുറെയൊക്കെ എനിക്ക് അത്രയും ഒരു ഫീൽ ഇല്ലെങ്കിലും സ്വപ്നം ഒരു ചാക്കെന്നുള്ള പാട്ട് പാടാൻ എന്നെ ബിജുപാൽ സാറ് വിളിച്ചതും ഞാൻ ആ സ്റ്റുഡിയോയിൽ കയറി പാടിയതൊക്കെ ഒരു ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യണത്. യെസ്, അപ്പം അന്ന് ചേട്ടനപ്പം പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇന്ന് ഇതുപോലെ മ്യൂസിക്കലാവും. ആൻഡ് ഇപ്പം തിരിഞ്ഞു നോക്കണം, ഇപ്പം ചേട്ടൻ പറഞ്ഞു 21 വയസ്സായപ്പോഴാണ് അങ്ങോട്ട് പോയത്. ആൻഡ് ആ ഒരു സ്വപ്നത്തിൽ നിന്ന് ചേട്ടൻ ഇപ്പോൾ ഒരു സിംഗറായി, ലിറിസിസ്റ്റായി, കമ്പോസ്റ്ററായി, ഇൻഡി സോങ്സ് ഒക്കെ ചേട്ടന് ചെയ്യാറുണ്ട്. ആൻഡ് ലൈക്ക് ഇപ്പോൾ അതിൽ എത്രമാത്രം സക്സസ് ആയി എന്ന് സ്വയമായിട്ട് ചേട്ടന് വിചാരിക്കുന്നുണ്ട്?
ആക്ച്വലി ഓരോ ഫസ്റ്റ് പാട്ട് പാടുമ്പോ തന്നെ എന്റെ ലൈഫ് സക്സസ്ഫുൾ ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആക്ച്വലി ഒരു സ്വപ്നതുല്യായിട്ടുള്ളൊരു സ്റ്റാർട്ട് തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. കാരണം അത് വലിയ സക്സസ് ആവുകയും ചെയ്തു അല്ലേ? അതെ അതെ, അത്രയും ഹിറ്റായി ജനകീയമാണ്. കാരണം സോഷ്യൽ മീഡിയ ഒന്നും ഇത്രയും ഇല്ലാത്തൊരു സമയത്താണെന്നുള്ളത് കൂടെ ഒരു വലിയ ഫാക്ടറാണ്. അപ്പം മമ്മൂട്ടി സാറിനെ പോലത്തെ ഒരു ആക്ടറിന് വേണ്ടി പാടാൻ വോയിസ് കൊടുക്കുക എന്ന് പറയുന്ന ഫസ്റ്റ് പാട്ട്, അത് ഭയങ്കര വലിയ ഭാഗ്യല്ലേ. അപ്പൊ അതിനുശേഷം നമ്മള് ആ ഫ്ലോയിൽ ഇങ്ങനെ പോവാണ്. അതിനിടയിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ലിറിക്സ് റൈറ്റിംഗ് എന്നുള്ളൊരു മേഖലയിലിട്ട് വരുന്നത്. അതിലും ചെയ്യുന്ന പാട്ടുകൾക്ക് സ്വീകാര്യത കിട്ടുന്നു. അൾട്ടിമേറ്റ്ലി എനിക്ക് പാട്ടുകൾ കമ്പോസ് ചെയ്യാൻ ഇഷ്ടമാണ്, സിനിമ എന്ന് മാത്രമല്ല ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ. അപ്പം അത് ഒന്നും കൂടെ എനിക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണമെന്നുണ്ട്, ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങള്. അപ്പം എന്താ പറയാ, ഇതൊരു സക്സസ് സ്റ്റോറി തന്നെയാണ്. അതിങ്ങനെ പോകുന്നു. അത് നമ്മളിപ്പം വീണ്ടും വേണം എന്നുള്ളൊരു ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ചേട്ടൻ അത് തന്നെ 100% സക്സസ് ആണ് എന്ന് വിചാരിക്കുന്നത്. ഇപ്പൊ നമ്മള് മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്ന് പറയില്ലേ. ആക്ച്വലി നമ്മള് ഡ്രീം ചെയ്യുന്നത് ഓക്കെ, നമ്മള് നമുക്കൊരു കാര്യത്തിന് ഒരു ലക്ഷ്യം വേണമെന്നുള്ളത് ഓക്കെ. പക്ഷെ എനിക്കിതൊരു എന്താ പറയാ, അങ്ങനെ ചിന്തിക്കാൻ പറ്റണില്ല. കാരണം നമ്മള് ഞാൻ വിചാരിച്ച പോലെ അല്ല പോകുന്നത് കാര്യങ്ങൾ. അത് ഒരു പോയിന്റിൽ നമുക്കത് മനസ്സിലാവും. ഇപ്പൊ ഈവൻ ഏത് ആർട്ടിസ്റ്റിനാണ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പൊ ശങ്കർ മഹാദേവൻ എന്നുള്ള ആർട്ടിസ്റ്റ്, അദ്ദേഹം വലിയൊരു സിംഗറാണ്. അദ്ദേഹത്തിന് ഒരു ഇൻഡിപെൻഡന്റ് ആൽബം ചെയ്യാൻ വേണ്ടിയിട്ട് മ്യൂസിക് ഡയറക്ടർ തപ്പി നടക്കുമ്പോ അതിലൊരു കൺഫ്യൂഷൻ വന്നിട്ട് എന്നാ ഞാൻ തന്നെ കമ്പോസ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ടാണ് ബ്രെത്ത്ലെസ് പോലെയുള്ള പാട്ടുകൾ കമ്പോസ് ചെയ്തത്. ഇന്ന് ശങ്കർ എഹ്സാൻ ലോയ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരു ടീമാണ്. അതുപോലെ തന്നെ ഇപ്പം മലയാളത്തിൽ വന്നിട്ടുള്ള എന്താ പറയാ സിംഗർ ആവാൻ വന്നിട്ടുള്ള ആളാണ് രാജസേനൻ എന്ന് പറഞ്ഞ ഡയറക്ടർ. അദ്ദേഹം മേലെപ്പറമ്പിൽ അൺവീട് പോലെയുള്ള പല സിനിമകൾ സംവിധാനം ചെയ്ത്. അതുകൊണ്ട് നമുക്കറിയില്ല എന്താണ് നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അതെ, അത് ചെയ്യുമ്പോഴേ അറിയുള്ളൂ. ബേസിക്കലി ആർട്ട് എന്ന് പറയുന്ന ഒരു സെൻസ് ആണ്. വെച്ചാല് നമുക്ക് നല്ലതാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സെൻസും കൂടിയാണ് ഒരു കല എന്ന് പറയുന്നത്. അപ്പം അത് ഇപ്പം കൈതപ്രം സാറ് പറഞ്ഞിട്ടുണ്ട്. അതായത് പല പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരും ഡിസ്കറേജ് ചെയ്യും, ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ പുള്ളി പറയണത് നമുക്ക് ചോറ് വെന്തിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ഒരെണ്ണം പ്രസ് ചെയ്ത് നോക്കിയാൽ മതി, അത് വെന്തിട്ടുണ്ടെങ്കിൽ എല്ലാം വെന്തിട്ടുണ്ടാവും എന്നാ പുള്ളി പറയണത്. എന്നുവെച്ചാല് നമ്മൾ ചെയ്യണ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ബേസിക്കലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു സെൻസിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല കാര്യങ്ങൾ വന്നു. അതൊക്കെ ഹൈലി സക്സസ് തന്നെ ആകുക തന്നെ ചെയ്തു. ഇപ്പോഴത്തെ ഒരു നമ്മള് ട്രോളിലൊക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ് നനച്ച വണ്ടിയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ചേട്ടൻ നനച്ച വണ്ടി അല്ല കിട്ടിയത്, പക്ഷെ നനച്ച വണ്ടി കിട്ടി, നമുക്ക് സിംഗർ എന്നുള്ളത് കിട്ടി. നനയ്ക്കാതെ വന്ന വണ്ടിയും എന്തായാലും നല്ല ബഹുദൂരം ഇങ്ങനെ അടിപൊളിയായിട്ട് സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ എന്തായാലും അരുൺ ചേട്ടൻ അല്ലെങ്കിൽ അരുൺ ആലാട്ട് എന്ന ലിറിസിസ്റ്റിനെ, കമ്പോസറിനെ, സിംഗറിനെ കുറിച്ചാണ് ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. സോ കേൾക്കാൻ അറിയാം SK ഹോട്ട്സ്പോട്ടിലൂടെ ഇനിയും കുറേയേറെ കാര്യങ്ങൾ. കൂടെ ഉള്ളത് ജോ ആണ്. SK ഹോട്ട്സ്പോട്ടിൽ ഞാൻ ജോ ആണ്. ആൻഡ് നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ദ ലിറിസിസ്റ്റ്, കമ്പോസർ ആൻഡ് സിംഗർ അരുൺ ആലാട്ട്. അപ്പം അരുൺ ചേട്ടാ, ഞാനിങ്ങനെ അരുൺ ആലാട്ട് എന്ന് പറയുമ്പോൾ ഞാൻ സത്യത്തിൽ ഭയങ്കര സന്തോഷത്തിലാണ് പറയുന്നത്. കാരണം നമ്മളിപ്പം റേഡിയോ ലൈവ് പ്രോഗ്രാംസ്, റേഡിയോയിൽ നമ്മൾ പരിപാടികൾ അവതരിപ്പിക്കും. നമ്മൾ ഇന്ന പാട്ട് വരുന്നുണ്ട്, ഇത് എഴുതിയിട്ടുള്ളത് ഇന്നയാളാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. അപ്പോൾ എന്നാലും ചേട്ടനെ ഇങ്ങനെ കീറി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ അരുൺ ആലാട്ട് എന്ന സിംഗറിൻ്റെ ആ ഒരു കാര്യങ്ങളുമൊക്കെ നമ്മൾ സംസാരിച്ചു. ആൻഡ് ഇനി ചേട്ടനോട് ചോദിക്കാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ചേട്ടൻ ഒരു ലിറിസിസ്റ്റാണ്, കമ്പോസറാണ്, അതുപോലെ തന്നെ സിംഗറാണ്. ആൻഡ് ഈ 3 കാര്യങ്ങളും മ്യൂച്വലി എങ്ങനെ ചേട്ടനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? നല്ല ക്വസ്റ്റ്യനാണ്. ഇപ്പം ലിറിക്സ് എഴുതുമ്പോഴാണ് ശരിക്കും അതിന്റെ ഭയങ്കരമായിട്ടുള്ളൊരു ഹെൽപ്പ് കിട്ടിയിട്ടുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മ്യൂസിക് ആദ്യം കമ്പോസ് ചെയ്തിട്ടാണ് എപ്പോഴും എഴുതണത്. അപ്പം ഇപ്പൊ കമ്പോസ് ചെയ്യുന്ന ആള് തരരാ എന്നാണ് കമ്പോസ് ചെയ്തിട്ട് പാടിയിട്ടുള്ളതെങ്കിൽ ആ തരര എന്ന് പറയുന്ന 3 അക്ഷരം അതിൽ ആദ്യത്തെ 2 അക്ഷരത്തിന്
ഷോർട്ട് അക്ഷരങ്ങളും ലാസ്റ്റ് അക്ഷരം സസ്റ്റെയിൻ ഉള്ള അക്ഷരം വേണമെന്ന് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം അതൊരു ഫാക്ടറാണ്. അത് സിംഗർ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് മീറ്ററിങ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത്, നമ്മളൊരു പാട്ട് ചെയ്തിട്ട് പാടി നോക്കാം. പാടി നോക്കുമ്പോൾ നമുക്കറിയാം ഇത് പാടുമ്പോ വല്ല ഒരു ഓക്വാർഡ്നെസ് ഉണ്ടോ, പാടുമ്പോ ഒരു കേൾക്കുമ്പോ ഒരു സൗന്ദര്യമില്ലായ്മ ഉണ്ടോന്ന് നമുക്ക് പാടുമ്പോ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരുപാട് കറക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് എനിക്ക് പാട്ട് പാടുന്ന കൊണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഇന്ന സിംഗറാണ് പാടുന്നതെന്ന് നേരത്തെ പറയുന്നുണ്ടെങ്കിൽ ചില സിംഗേഴ്സിന് ചില അക്ഷരങ്ങൾ പാടാൻ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ നമുക്ക് അത് മനസ്സിലാവും അവരുടെ ടോൺ ഒക്കെ അനുസരിച്ചിട്ട്. അപ്പൊ അങ്ങനെയുള്ള ശബ്ദങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കും. ഇപ്പം അവരുടെ ശബ്ദത്തില് നല്ല ഭംഗിയായിട്ട് വരുന്ന വാക്കുകൾ മാക്സിമം ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ കിട്ടാറുണ്ട് സിംഗർ ആയതുകൊണ്ട്. ഇപ്പം ഈവൻ കമ്പോസ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് പാട്ട് പാടാൻ അറിയുന്നതുകൊണ്ട് നമുക്കത് ഈസി ആയിട്ട് ഒരു റെക്കോർഡിലോ എന്തെങ്കിലും നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് തന്നെ ചെയ്യാം. നമുക്ക് പാടിയിടാം. അല്ലെങ്കിൽ പാട്ട് പാടുന്ന സമയത്ത് ഒരു കമ്പോസർ എന്തായിരിക്കും ഉദ്ദേശിക്കണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ലിറിക്സ് ഇവിടെ ഇന്നതാണ്, ഇതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഹെൽപ്പുകൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ. അപ്പം വേറെ ഒരു പാട്ട് ഇപ്പൊ ചേട്ടൻ പാടാൻ ചെല്ലുമ്പം അവര് ലിറിക്സ് വരുമ്പോഴൊക്കെ ആ ഒരു അർത്ഥം ഭയങ്കരമായിട്ടും ലൈക്ക് ഡീപ്ലി അത് മനസ്സിലാക്കി പാടാനായിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? എസ്പെഷ്യലി നമുക്ക് ഇവൻ ചില സംഭവങ്ങൾ വാക്കുകൾ പാടുമ്പോൾ അത് എവിടെ കട്ട് ചെയ്യണം എന്നൊക്കെയുള്ള സംഭവങ്ങൾ അത് നമുക്ക് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. ഇപ്പം പലപ്പോഴും പല സിംഗേഴ്സും ഇപ്പം വാനം പാടി എന്നുള്ള വേർഡ് വാനം പാടി എന്ന് പറഞ്ഞ് പാടി കേൾക്കാറുണ്ട്. അത് ആക്ച്വലി വാനം പാടി എന്നാണ് പാടേണ്ടത്. അല്ലെങ്കിൽ പാദസരങ്ങൾ എന്ന് പാടേണ്ടത് പാദസ്വരങ്ങൾ എന്ന് പാടാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നോണ്ട് അല്ലെങ്കിൽ ലിറിക്സ് ശ്രദ്ധിക്കുന്നോണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മ്യൂച്വലി. യെസ്. അപ്പം ഇക്കാര്യങ്ങളൊക്കെ ചേട്ടനും ശ്രദ്ധിക്കാറുണ്ട്. ചേട്ടന്റെ പാട്ടുകളിലും അത് ഉണ്ട് അല്ല? അപ്പം ചേട്ടൻ എഴുതിയ വരികളിലും ചേട്ടൻ പാടിയ പാട്ടുകളിലും ഒക്കെ അത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ അരുൺ ആലാട്ട് എന്ന ലിറിസിസ്റ്റ്, കമ്പോസർ, സിംഗറിനെ കുറിച്ചാണ് SK ഹോട്ട്സ്പോട്ടിൽ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അറിയാനും കേൾക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര SK ഹോട്ട്സ്പോട്ട്. സർഗക്ഷേത്ര 89.6 FM-ൽ ഇപ്പോൾ SK ഹോട്ട്സ്പോട്ടിന്റെ സമയമാണ്. SK ഹോട്ട്സ്പോട്ടിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് അരുൺ ആലാട്ട്. നമ്മുടെ റേഡിയോയിലൂടെ തന്നെ നമ്മളെല്ലാവരും ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ഈ അരുൺ ആലാട്ട് എന്ന് പറയുന്നത്. ദ ലിറിസിസ്റ്റ്, സിംഗർ ആൻഡ് കമ്പോസർ. അരുൺ ചേട്ടാ, നമ്മളിങ്ങനെ ഓരോ വിശേഷങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പം ഇനി ചേട്ടനോട് ചോദിക്കാനായിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ചേട്ടൻ ഇപ്പം സക്സസ്ഫുള്ളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആസ് എ ലിറിസിസ്റ്റ്, ആസ് എ കമ്പോസർ ആൻഡ് ആസ് എ സിംഗർ. ആൻഡ് ഇപ്പം ചേട്ടനെ അറിയാവുന്ന ആൾക്കാരൊക്കെ ഇപ്പം ചോദിക്കുന്ന ഒരു പർട്ടിക്കുലർ ചോദ്യം എന്നായിരിക്കും, അല്ലെങ്കിൽ പരിചയക്കാർ ചോദിക്കുന്നതായിരിക്കും, എല്ലാടാ പണി എന്താ, അല്ലെങ്കിൽ പുതിയ ഇതെന്താ, അങ്ങനെ കോമൺ ആയിട്ട് ചേട്ടൻ ഇപ്പോൾ കേൾക്കുന്ന ചോദ്യങ്ങൾ എന്താണ്? ഇപ്പം ഫ്രം ദ സ്ട്രേഞ്ചേഴ്സ് അല്ല, എന്തായിരിക്കും അത്? ഇന്ന് രാവിലെ വരെ കേട്ടുള്ളൂ. എന്താ എപ്പോഴും ചോദിക്കും, പുതിയ പടം ഒന്നും ഇല്ലേ നോക്കും, ഏതാണ് പുതിയ പ്രൊജക്ട് എന്നല്ല ചോദിക്കാം, പടം ഒന്നും ഇല്ലേ നോക്കും, പിന്നെ വേറെ ജോലി ഒന്നും വേണ്ടേന്ന് ചോദിക്കും, സർക്കാർ ജോലി അങ്ങനെയൊക്കെ. അത് പക്ഷെ ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഞാനതിങ്ങനെ ഓർക്കുവായിരുന്നു, ഇപ്പോഴിങ്ങനെ ചോദിക്കുമോ എന്നിങ്ങനെ ഞാനിങ്ങനെ അതൊക്കെ ചോദിക്കും. എന്നുവെച്ചാല് ഇതിന്റെ സാധ്യതകള് മനസ്സിലാക്കാൻ വെച്ചാല് അത് ഒരു കുറച്ചും കൂടെ സമയം എടുക്കുമായിരിക്കും. പിന്നെ എന്താ പറയാ, അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ ഞാനൊരു 8-10 പടങ്ങളൊക്കെ കഴിഞ്ഞപ്പം ഇനി മറ്റേ ഒരു റിയാലിറ്റി ഷോയിൽ പോയിക്കൂടെ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പം റിയാലിറ്റി ഷോയിൽ പോകുന്നത് എന്തിനാണ് എന്നുള്ളത് പോലും ചിന്തിക്കാത്ത ആൾക്കാര് ഉണ്ട്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങള്, ഭയങ്കര കൗതുകരമായിട്ടുള്ള ചോദ്യങ്ങൾ കേൾക്കാറുണ്ട്. പിന്നെ പാട്ടുകൾ ഇറങ്ങുമ്പം ഈ പാട്ട് പാടി എന്ന് പറയുമ്പോ കോറസ് ആണോന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ഇതിനെ ഇപ്പൊ അങ്ങനെ കാര്യമായിട്ടൊന്നും പറയാറില്ല. അതില് കൂടുതലും ഇപ്പൊ പടമൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോ ഇപ്പൊ ഇല്ല എന്ന് പറയണതാണ് ഏറ്റവും ഈസി. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചോദിക്കില്ല. അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ പോലെ കോറസ് ആണോ അല്ല ഒറ്റയ്ക്കാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അതുകൊണ്ട് മിക്ക ആൾക്കാരുടെ അടുത്ത് മനസ്സിലായി, നമുക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ
ഇല്ലാന്നേ പറയുള്ളൂ. ഓക്കെ, അങ്ങനെ വൺ വേർഡിൽ നമ്മളങ്ങ് ഒതുക്കും. അതെ അതെ. പിന്നെ നമ്മുടെ എന്താ കഥ അല്ലെങ്കിൽ ആ സംഭവം വരുമ്പോഴായിരിക്കും ആഹാ ഇതായിരുന്നല്ലേ പണി എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ അരുൺ ചേട്ടന്റെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ ചേട്ടന്റെ ഉൾപ്രദേശത്തിലൂടെ ഞാനൊന്ന് പോകുവാണ്. സംഭവം എന്ന് വെച്ചാൽ ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അവരുടെയൊക്കെ പേര് ഒന്ന് പറയാം. വൈഫിന്റെ പേര് സ്വാതി എന്നാണ്. ഒരു ചെറിയ കുട്ടിയുണ്ട്, കുഞ്ഞാവയുണ്ട്. ഞാൻ ഇൻസ്റ്റയില് പോസ്റ്റ് കണ്ട്. കുഞ്ഞാവയുടെ പേരെന്നാ? പേരിട്ടിട്ടില്ല ആക്ച്വലി. അവനെ അപ്പുടു എന്നാണ് വിളിക്കുന്നത്. ആണോ? പിന്നെ അപ്പനമ്മ ഉണ്ട്. പിന്നെ നാട്ടില് നമ്മൾ ഇത്രയും ആൾക്കാരാണ്. പിന്നെ ചേച്ചി, ഹസ്ബൻഡ്, 2 പിള്ളേരും അവര് ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. അങ്ങനെയൊക്കെയാണ് വീട്ടിലെ കാര്യങ്ങൾ. അങ്ങനെയൊക്കെയാണ് വീട്ടിലെ നാട്ടിലെയൊക്കെ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അരുൺ ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇറ്റ്സ് അരുൺ ആലാട്ട് ഓൺ SK ഹോട്ട്സ്പോട്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. കൂടെ ഉള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് അരുൺ ആലാട്ട്, ദ ലിറിസിസ്റ്റ്, സിംഗർ ആൻഡ് കമ്പോസർ. ചേട്ടാ, ഞാനേ ഒരു കാര്യം, ഞാൻ സത്യം പറഞ്ഞ് ഇപ്പോൾ ചോദിക്കാൻ വന്നത് വേറൊരു ചോദ്യമാണ്. ഇപ്പം കമ്പോസർ മേഖലയിൽ ചേട്ടൻ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, ഇപ്പം ഞാനാണെങ്കിൽ വിക്കിപീഡിയ അന്വേഷിച്ച സമയത്ത് ചേട്ടൻ്റെ ലിറിസിസ്റ്റ് ഫിൽമോഗ്രഫി ഒക്കെ നോക്കിയപ്പം ലിറിസിസ്റ്റ്, സിംഗറിൻ്റെ ഒക്കെ വരുന്നത്, കമ്പോസറിൻ്റെ വളരെ ചുരുക്കം മാത്രമാണുള്ളത്. അപ്പം ഇനി നമുക്കത് പ്രതീക്ഷിക്കാവോ? ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയിൽ ഇൻഡി സോങ്സ് ആണോ, ഫിലിം സോങ്സ് ആണോ, ഏതാണ് പ്രതീക്ഷ കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടത്? ഇൻഡി സോങ്സ് ഇപ്പം അടുത്ത് തന്നെ എന്തായാലും ഉണ്ടാവും. സിനിമകള് അങ്ങനെയുള്ള ഡിസ്കഷൻസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഞാനും ഇങ്ങനെ അത് വളരെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങുന്ന, ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് തുടങ്ങുന്ന ആൾക്കാരാണ് എല്ലാം. അപ്പം അവർക്ക് അതിന്റെ ഒരു സിനിമ ഉണ്ടാക്കി കൊണ്ടുവരാനുള്ള അതിൻ്റെ ആയിട്ടുള്ള സമയം എടുക്കുന്നതാണ്. അപ്പം അങ്ങനെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി അടുത്ത വർഷം വല്ലതും സിനിമ ചെയ്യാൻ പറ്റുമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. പിന്നെ ഇൻഡിപെൻഡന്റ് സോങ്സ് ഓൾറെഡി കമ്പോസ് ചെയ്ത് വെച്ച കുറെ സോങ്സ് ഉണ്ട്. അപ്പം അതില് കുറച്ച് സോങ്സ് റിലീസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ. കയ്യില് പാട്ടുകൾ, കാരണം ഇപ്പം ഇങ്ങനെയുള്ള കമ്പോസ് ചെയ്യുന്നവരോ എഴുതുന്നവരൊക്കെ ആകുമ്പോ ഇഷ്ടംപോലെ പാട്ടുകൾ ഉണ്ടാവും പെട്ടിയില്. അതില് പലതും വെളിച്ചം കാണാതെ അതെ. യെസ്, അപ്പൊ എന്തായാലും ആ പാട്ടുകളൊക്കെ പെട്ടെന്ന് ഇറക്കട്ടോ. ഞങ്ങളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. കാരണം ചേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് ചേട്ടൻ പാടാൻ ഇഷ്ടമാണ്. ആൻഡ് അതുപോലെ തന്നെ ചേട്ടൻ ഇൻഡി സോങ്സിൽ വരികൾ എഴുതാനായിട്ട് ഇഷ്ടമായിരുന്നു. ചേട്ടൻ ഇൻഡി സോങ്സിൽ ചേട്ടൻ കമ്പോസ് ചെയ്യാൻ ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് ഇൻഡി സോങ്സിനും അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടൈം കൂടിയാണ്. ഇപ്പം പുതിയൊരു പാട്ട് ഇറങ്ങുവാണെങ്കിൽ നമ്മൾ ആ പാട്ടിൽ ഭയങ്കരമായിട്ടും അത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ടൈം കൂടിയാണ്. സോ അരുൺ ആലാട്ടിൻ്റെ കമ്പോസിഷനിൽ വന്ന കുറേ അധികം ഇൻഡി സോങ്സ് നമുക്കുണ്ട്. ഇനിയും വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കേട്ടോ. എന്തായാലും താങ്ക് യു. യെസ്, അരുൺ ആലാട്ട് എന്ന ലിറിസിസ്റ്റ്, സിംഗർ, കമ്പോസർ ആണ് നമ്മുടെ കൂടെയുള്ളത്. ചേട്ടൻ്റെ വിശേഷങ്ങൾ കേട്ടറിയാം SK ഹോട്ട്സ്പോട്ടിലൂടെ. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. കൂടെയുള്ളത് ജോ ആണ്. നമ്മൾ ഈ ഒരു സമയം മുഴുവനും ഒരു പാട്ടുകാരൻ്റെ, ഒരു എഴുത്തുകാരൻ്റെ, ഒരു കമ്പോസറിൻ്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. ഇത് മൂന്ന് പേരല്ല, ഒരാളാണ് അരുൺ ആലാട്ട്. അരുൺ ചേട്ടാ, ആ ഒരു എഴുത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഗായകൻ്റെ, കമ്പോസറിൻ്റെ ഒക്കെ ഫീൽഡ് നമ്മൾ കേട്ടറിഞ്ഞു. ആ ഒരു ഡയമെൻഷൻസ് ഒക്കെ കേട്ടറിഞ്ഞു. ആൻഡ് ഇനി ഏതാണ് അടുത്ത പ്രോജക്റ്റ് എന്നതാണ് നെക്സ്റ്റ് അല്ലെങ്കിൽ ഫൈനൽ ചോദ്യം. ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പേരറിയാത്തൊരു 2 പ്രൊജക്ട് ഉണ്ട്. പിന്നെ ആന്റിസിപ്പേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രൊജക്ട് എന്ന് വെച്ചാൽ കത്തനാർ എന്നുള്ള പ്രൊജക്റ്റാണ്. അപ്പം അത് ഈ പറഞ്ഞ നമ്മുടെ സുഹൃത്തുക്കളുടെ പ്രൊജക്റ്റാണ്. ഹോം സിനിമയുടെ അതേ ടീമിന്റെ പ്രൊജക്റ്റാണ്. പാടിയതുള്ളത് ഇപ്പൊ November 22 ടർക്കിഷ് തർക്കം എന്ന് പറഞ്ഞൊരു മൂവി റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് വിനായക് ശശികുമാർ എഴുതിയിട്ട് ഇഫ്തിഖർ അലി മ്യൂസിക് ചെയ്തൊരു പാട്ടാണ്. പിന്നെ ഒരു മധുരം ജീവാമൃത ബിന്ദു എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ചെയ്യാനുണ്ട്. അങ്ങനെ 2 പടങ്ങളാണ് പാടിയത് റിലീസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ കത്തനാറിലെ ലിറിസിസ്റ്റ് ആയിട്ടല്ലേ?
കത്തനാറിൽ ഇപ്പൊ എഴുതിയിട്ടേ ഉള്ളൂ. ഇനി അറിയില്ല, റെക്കോർഡിങ്സ് എന്തെങ്കിലും വരുമ്പോ പാടുമെന്ന് അറിയില്ല. ഓക്കെ, ഇപ്പൊ എന്തായാലും എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ശബ്ദം വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കും. അതെ, അത് നമ്മുടെ സ്വന്തം ഹോം മെയ്ഡ് പ്രൊജക്ട് ആണ്, അതുകൊണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങൾ കാത്തിരിക്കുകയാണ് കത്തനാറിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ പറഞ്ഞ സിനിമകൾക്കെല്ലാം വേണ്ടിയിട്ടും. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് കേട്ടോ. അപ്പം ഈ പടങ്ങളും പാട്ടുകളും ഒക്കെ കേൾക്കാനായിട്ട് ഞങ്ങളും വെയിറ്റിംഗ് ആണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ചേട്ടാ, നമ്മൾ ഇത്ര നേരം കേട്ടോണ്ടിരുന്ന നമ്മുടെ ശ്രോതാക്കളോട് ചേട്ടൻ എന്താണ് പറയാനായിട്ടുള്ളത്? എന്താ പറയാ, എന്റെ ലൈഫിൽ റേഡിയോയ്ക്കുള്ള ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും നമുക്ക് എപ്പോഴും ഒരു കമ്പാനി എന്ന് പറയുന്ന സംഭവമാണ് FM സ്റ്റേഷൻസ്. പാട്ടുകളായിട്ട് കേൾക്കാനും പറ്റുന്ന ഏറ്റവും നല്ല ഇടം എന്ന് പറയുന്നത് FM സ്റ്റേഷൻസ് ആണ്. അപ്പം ഇതിന്റെ ശ്രോതാക്കൾ എന്ന് പറയുമ്പോൾ നല്ല ലിസണേഴ്സ് ആയിരിക്കും എന്തായാലും. അപ്പൊ അവരോട് ഇനിയും എന്റെ പാട്ടുകൾ വരുമ്പോ ശ്രദ്ധിക്കുക. എല്ലാ പാട്ടുകളും കേൾക്കണം, പക്ഷെ എന്റെ പാട്ടുകൾ വരുമ്പോഴും ശ്രദ്ധിക്കുക. ഇച്ചിരി ഒന്ന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക അല്ലേ? അതെ, കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുക, സപ്പോർട്ട് ചെയ്യാത്ത. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്റെ പാട്ടുകൾക്കൊക്കെ ഞങ്ങളും താങ്ക് യു പറയണം. ഇത്രയും ഞങ്ങളെ ഇങ്ങനെ ഊഷ്മളമായി നിർത്തുന്ന കുറെ വരികളൊക്കെ തന്നതിനും ആ ശബ്ദത്തിനും ഒക്കെ താങ്ക് യു സോ മച്ച്. ആൻഡ് വി ആർ എക്സ്പെക്ടിങ് മോർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മള് കേട്ടുകൊണ്ടിരുന്നത് അരുൺ ആലാട്ട് എന്ന സിംഗറിന്റെ ലിറിസിസ്റ്റിന്റെ വിശേഷങ്ങളാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM and this is RJ Joe signing off from SK Hotspot. 89.6 FM Sargakshetra.